നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഓഗസ്റ്റ് 26, 2026. 2 ദിവസം മുമ്പ് ഓഗസ്റ്റ് 24-ന് ഞങ്ങളൊരു യാത്ര പോയി. വൈഫിൻ്റെ വീട് മുക്കത്താണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചിങ്ങോട്ട് 119 കിലോമീറ്റർ ഓടിക്കാനായിട്ട് ഒരു 5.25 മണിക്കൂറോളം സമയമെടുത്തു. ഈ ഒരു കാര്യമാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആദ്യമായിട്ട് പറയട്ടെ, ഒരു സാധാരണ ദിവസമാണെങ്കിൽ ഇത്രയും തിരക്ക് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഇത് ഉത്രാടത്തിന് മുമ്പുള്ള ദിവസമാണ്. ഒരുപാട് പേര് യാത്ര ചെയ്യുകയും പർച്ചേസിങ്ങിനായിട്ട് വർക്ക് ചെയ്യുന്നൊരു ദിവസമായതുകൊണ്ടാണ് ഈ ഒരു ആഡഡ് തിരക്ക് വന്നത്. അല്ലാത്തൊരു ദിവസമാണെങ്കിൽ ഇത്രയും സമയം എടുക്കില്ലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 20 km/h എന്നുള്ള സ്പീഡിൽ വരാൻ പറ്റുള്ളൂ. നോർമൽ ദിവസങ്ങളാണെങ്കിൽ പോലും യാത്രയ്ക്ക് ഒരുപാട് സമയം പലപ്പോഴും എടുക്കാറുണ്ട്. നമ്മൾ നേരിടുന്ന ഒരു പൊതു പ്രശ്നമാണിത്. അത് കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എങ്കിലും നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലായതുകൊണ്ട് ഇവിടുത്തെ കാര്യം എടുത്തു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് നഷ്ടം ഇതുകൊണ്ടുണ്ടാകുന്നുണ്ട്. സമയനഷ്ടം, ഊർജ്ജനഷ്ടം, ഈ ഫോസിൽ ഫ്യൂൽസ് കത്തിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ഫിനാൻഷ്യലായിട്ടുള്ള നഷ്ടം, പ്രകൃതിയുടെ ദോഷങ്ങൾ, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ ചെലവഴിക്കുന്ന സമയമുണ്ടെങ്കിൽ എത്രത്തോളം ഉപയോഗപ്രദമായ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തികൾക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മൾ അക്നോളജ് ചെയ്യുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സന്തോഷ് ജോസ് കുളങ്ങര എഴുതിയ കേരളൈസം എന്നുള്ളൊരു പുസ്തകത്തെക്കുറിച്ച് ഓർമ്മ വന്നു. ഞാൻ 3-4 വർഷം മുമ്പ് വായിച്ചതാണ്. അതിൽ ഭാവിയിലേക്കൊരു രാജപാത എന്നൊരു അധ്യായമുണ്ട്. ഈ പുസ്തകത്തിൽ കേരളത്തിലെ ചില പ്രശ്നങ്ങൾ, അതിനുള്ള ക്രിയേറ്റീവായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ, ക്രിയേറ്റീവും റിയലിസ്റ്റിക്കുമായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ, ഈ ഒരു രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണിത്. അപ്പോൾ ഇതിലെ ഭാവിയിലേക്കൊരു രാജപാത എന്നുള്ള അധ്യായത്തിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫുള്ള് കവർ ചെയ്യാൻ ഒരു വീഡിയോയുടെ ലെങ്ത് മതിയാവില്ലെങ്കിലും അതിലെ ചില കാര്യങ്ങൾ, അതിൽ പറയുന്ന പ്രശ്നത്തിൻ്റെ ഒരു അക്നോളജ്മെൻ്റ് ഒക്കെ നമുക്ക് നോക്കാം. മനസ്സെത്തുന്നിടത്ത് ശരീരമെത്തുന്നവർ മാത്രം വിജയിക്കുന്ന നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. അതിവേഗത്തിൽ ചിന്തിക്കുകയും ആ ചിന്തകൾ അതിലേറെ വേഗത്തിൽ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന യുവജനതയുടെ നാളുകൾ. നേർത്ത നാട പോലൊരു നാട്ടിൽ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തെത്താൻ ഒച്ചിഴയുന്ന വേഗത്തിൽ മണിക്കൂറുകൾ നീണ്ട യാത്ര ഇനി വരുന്ന തലമുറകൾ ക്ഷമിക്കില്ല. അവരുടെ ചിന്തകൾക്കൊത്ത് പ്രവർത്തിക്കാവുന്ന നാടു തേടി നമ്മുടെ മക്കൾ യാത്രയാകും. ഒടുവിൽ കേരളം ഒരു വൃദ്ധസദനമായി മാറും. യാഥാർത്ഥ്യമാണത്. 25 വർഷം കഴിഞ്ഞുള്ള ഒരു കേരളത്തിൽ നമ്മളിൽ പലരും ഉണ്ടാവണമെന്നില്ല. എന്നാൽ 25 വർഷം കഴിഞ്ഞ് നടപ്പാക്കാൻ നിർബന്ധിതമാകുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ പറയുന്നത്. അതിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്നത് 600 കിലോമീറ്റർ വീതിയും 40 കിലോമീറ്റർ വീതിയും 3.5 കോടി ജനസംഖ്യയുമുള്ള ഒരു മെട്രോ നഗരമാണ് കേരളം എന്ന് പറയുന്നുണ്ട്. തെക്ക് വടക്ക് നീളത്തിൽ കിടക്കുന്നതിനാൽ ആ മഹാനഗരം ഒന്നാകെ ബന്ധപ്പെടുത്താൻ 600 കിലോമീറ്റർ നീളമുള്ള ഒരു കൊറിഡോർ വിഭാവനം ചെയ്യേണ്ടതുണ്ട്. ആ ഒരു കൊറിഡോറിനെ കുറിച്ചാണ് അദ്ദേഹത്തിൽ പറയുന്നത്. അത് വാഹനങ്ങൾ അതിവേഗം പായുന്ന ഒരു പാത മാത്രമല്ല, ബുള്ളറ്റ് ട്രെയിനും ഹൈപ്പർ ലൂപ്പും എയർ സ്ട്രിപ്പും അക്വാഡക്റ്റും കേബിൾ ഡക്റ്റുകളും ഇന്റർസിറ്റി ഹൈടെക് ബസ് സർവീസും അതിവേഗ ചരക്ക് പാതയും കൊറിയർ പാഴ്സൽ സർവീസും എല്ലാം സംഗമിക്കുന്ന ഒരു ട്രാൻസിറ്റ് കൊറിഡോർ ആയാണ് വിഭാവനം ചെയ്യേണ്ടത്. ലഭ്യമായിടത്ത് 100 മീറ്റർ വീതിയിലും സ്ഥലലഭ്യത കുറഞ്ഞെടുത്ത് 50 മീറ്ററെങ്കിലും വീതിയിലും തെക്ക് മുതൽ വടക്ക് വരെ സ്ഥലം വാങ്ങുകയാണ് ഈ പദ്ധതിയുടെ ഘട്ടം. ഇത് ആദ്യം കേൾക്കുമ്പോൾ ഉട്ടോപ്യനാണെന്ന് തോന്നിയേക്കാം. പക്ഷേ 20 വർഷം കൊണ്ട് കേരളത്തിന് ഏതൊരു നാടിനും ഉണ്ടായ മാറ്റങ്ങളും ഇനി 20 വർഷം കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും അതിനു വേണ്ട പരിഹാരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ പുച്ഛിക്കാനോ പരിഹസിക്കാനോ തോന്നില്ല. എല്ലാ മാർഗ്ഗങ്ങളും നല്ലതാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിനുള്ള നല്ല മാർഗ്ഗങ്ങൾ നമ്മൾ തേടേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇതിനെക്കുറിച്ച് കുറേ ടെക്നിക്കൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കുറേ കാര്യങ്ങൾ അത് ഞാൻ വേണമെങ്കിൽ നമ്മുടെ പോസ്റ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം. ഇതിൽ ഈ യാത്രയുടെ ലാൻഡ് അക്വിസിഷനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെയാണത് അതിൻ്റെ വില കൊടുക്കേണ്ടത്, അവർക്ക് വലിയ പ്രശ്നമില്ലാതെ ഇത് എങ്ങനെ ഉൾക്കൊള്ളിക്കാൻ കഴിയും, പ്രകൃതിയുടെ പ്രശ്നം എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയും, ഇത് നൽകുന്ന അവസരങ്ങൾ, ഇതിനുള്ള പൈസ എങ്ങനെ ജനറേറ്റ് ചെയ്യും, ഇതിൻ്റെ വ്യവസായ സാധ്യതകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വളരെ ഇന്നോവേറ്റീവായ ലോകം കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ആ ഒരു ക്ലാസ്സോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മൾട്ടിപ്പിൾ യൂസസ് ഓഫ് ദിസ് കോറിഡോർ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നു, ഇത്തരം ബൃഹത് പദ്ധതികളെക്കുറിച്ച് പറയുമ്പോൾ നാം പെട്ടെന്ന് ആശങ്കപ്പെടുക ഇത് പ്രകൃതിയെ എത്ര നശിപ്പിക്കുമെന്നാണ്. ആ ആശങ്ക ആദ്യ ദിനം മുതൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഓരോ ചെറിയ നിർമ്മാണ പ്രവർത്തനവും പ്രകൃതിക്ക് ഒരു നാശവും വരുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആ ആശങ്ക സഹായിക്കും. ആ മനസ്ഥിതിയോടെ പ്രവർത്തിച്ചാൽ പ്രകൃതി കൂടുതൽ മികവോടെ സംരക്ഷിച്ച് കൂടുതൽ സസ്യശ്യാമള സുന്ദരമായ ഒരു കേരളത്തെ ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ നമുക്ക് ബോണസായി ലഭിക്കും. നമ്മുടെ നദികളോ തോടുകളോ അരുവികളോ തണ്ണീർത്തടങ്ങളോ ഒന്നും ഒരു തരത്തിലും പരിക്കേൽപ്പിക്കപ്പെടില്ല. നദികളും ജലാശയങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടി പാലങ്ങളിലാണ് ഈ ട്രാൻസിറ്റ് കൊറിഡോർ നിർമ്മിക്കപ്പെടുക. അതിനെയെല്ലാം മണ്ണിട്ട് മൂടുകയല്ല ചെയ്യുന്നത്. ഒപ്പം ഇതിനുവേണ്ടി അക്വയർ ചെയ്യുന്ന സ്ഥലത്ത് എത്ര വൃക്ഷങ്ങളുണ്ടെന്ന് അക്വയർ ചെയ്യുമ്പോൾ തന്നെ മാർക്ക് ചെയ്യുകയും അതിൻ്റെ 10 ഇരട്ടി മരങ്ങൾ ഇതിൻ്റെ ഓരങ്ങളിൽ നട്ടുപിടിപ്പിക്കാനുള്ള സംവിധാനം ആദ്യം തന്നെ സൃഷ്ടിക്കുകയും വേണം.
അതിനുവേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പ്രവർത്തിക്കണം. കേരളത്തിലെ പ്രകൃതി സ്നേഹികളും പരിസ്ഥിതി പ്രവർത്തകരുമായ ആളുകളെ തന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കണം. പ്രകൃതിക്ക് എവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ശ്രദ്ധയോടെ വിമർശന ബുദ്ധിയോടെ പഠിച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. അതായത് എക്കോ ഫ്രണ്ട്ലി ആയി ഈ പ്രോജക്റ്റ് നടപ്പാവുന്നു എന്നതിൻ്റെ ചുമതല പരിസ്ഥിതി പ്രവർത്തകരെ തന്നെ ഏൽപ്പിക്കുക. അവരുടെ നേതൃത്വത്തിലായിരിക്കണം ആ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കേണ്ടത്. അവർ ക്ലിയറൻസ് കൊടുത്തിട്ട് മാത്രമേ ഏത് സ്ഥലത്തും നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടുള്ളൂ. ഇത്തരം പദ്ധതികൾ നടപ്പാകുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന ആഘാതം പഠിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. ആ ആഘാതത്തിന് പരിഹാരമായി അതിൻ്റെ 10 ഇരട്ടിയുള്ള റെക്ടിഫിക്കേഷൻ പ്രോജക്റ്റും കൂടി അക്കൂട്ടത്തിൽ തന്നെ നടത്തിപ്പോവുക ഈ കമ്പനിയുടെ ജോലിയാണ്. അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗവും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയായി ഇതിനെ വിഭാവനം ചെയ്യുകയും അവതരിപ്പിക്കുകയും വേണം. ശ്രദ്ധിക്കൂ, ആ നിലവാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രശ്നത്തെ അക്നോളജ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള പരിഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, എതിർത്ത് നിൽക്കുന്നവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ആശങ്കകളെ കൂടി പരിഗണിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് നീങ്ങാം എന്ന് പറയുന്ന ഒരു മികച്ച ഒരു പ്ലാനറുടെ, ഒരു നേതാവിൻ്റെ ലക്ഷണങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. അദ്ദേഹം ലോകം കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ക്രെഡിബിലിറ്റി കൂട്ടുന്നത്. വെറുതെ ഇരുന്ന് ദിവാസ്വപ്നങ്ങൾ നെയ്യുന്ന ഒരാളല്ല സന്തോഷ് ജോർജ് കുളങ്ങര. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്, ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ച്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ ശരാശരി വേഗത്തിൽ പോകുന്ന ഒരു കാറിന് വേണ്ടത് 16 മണിക്കൂർ വരെയാണ്. ഇത്തരത്തിൽ എത്രയോ ലക്ഷം വാഹനങ്ങളാണ് ഓരോ ദിവസവും നിരവധി പട്ടണങ്ങളിൽ കൂടി ഞെരുങ്ങി സഞ്ചരിക്കുന്നത്. 16 മണിക്കൂർ നേരത്തേക്ക് ഓരോ വാഹനവും എത്ര ഇന്ധനം കത്തിക്കുന്നുവെന്ന് കണക്കെടുക്കുക. ലക്ഷക്കണക്കിന് വാഹനങ്ങൾ 6 മണിക്കൂറായി അതിൻ്റെ ഗതാഗത സമയം ചുരുക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും കത്തിക്കുന്ന ഫോസിൽ ഫ്യൂവലിൻ്റെ അളവ് എത്ര കുറയുന്നുണ്ടെന്ന് കണക്കാക്കുക. ഈ ഒരു പാത വന്നു കഴിഞ്ഞാൽ അവർ ട്രാവൽ ടൈം കുറയും. അപ്പോൾ എത്രത്തോളം ഫോസിൽ ഫ്യൂൽ ബേണിങ്ങിൻ്റെ അളവ് കുറയും എന്നുള്ളത് നോക്കുക. അത്രയും ഇന്ധനം കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക എത്രയാണെന്ന് കണക്കെടുക്കുക. അത് കോടിക്കണക്കിന് മരങ്ങൾ വെട്ടിക്കളയുന്നതിനേക്കാൾ അപകടകരമായ കാര്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഫോസിൽ ഫ്യൂവലിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നത് ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി അടുത്ത നാളുകളിൽ എടുത്തിരിക്കുന്ന കാര്യമാണ്. അതിന് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവനയായിരിക്കും ഇത്. മറ്റൊരു പ്രധാന കാര്യം, ലക്ഷക്കണക്കിന് മനുഷ്യർ പാതകളിൽ 16 മണിക്കൂർ ചെലവഴിക്കുന്നതിൽ നിന്ന് 6 മണിക്കൂറായി ചുരുക്കിയാൽ ബാക്കി 10 മണിക്കൂർ അവരുടെ പ്രവൃത്തി സമയം വർദ്ധിക്കുകയും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യും. അവർ വിശ്രമിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന സമയമാണിത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇത് വളരെ പ്രധാനമാണ്. ഒരു ദിവസം കേരളത്തിലെ പാതകളിൽ പൊലിഞ്ഞു തീരുന്ന ജീവിതങ്ങൾ എത്രയാണ്? ആ ജീവിതങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾ എത്രയാണ്? എത്ര ആയിരം കുടുംബങ്ങളാണ് ഓരോ വർഷവും അനാഥമാകുന്നത്? എത്ര പേരുടെ ജീവിതമാണ് ദുരിതത്തിലേക്ക് വീഴുന്നത്? ഇതിനെല്ലാമുള്ള ഒരു പരിഹാരമായി മാറുകയാണ് ട്രാൻസിറ്റ് കോറിഡോർ. ഇത്തരം പാതകളിൽ അപകടമുണ്ടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ ഉള്ളൂ. ഒരു കുഴലിലൂടെ ജലം ഒഴുകുന്നത് പോലെ സുഗമമാണ് ഇത്തരം കോറിഡോറുകളിലെ ഗതാഗതം. ഇപ്പോഴത്തെ അവസ്ഥയിൽ റോഡുകളിൽ ഇടയ്ക്ക് കുത്തിക്കയറ്റ പല പ്രശ്നങ്ങളും, ഈ ബ്ലോക്കിൽ നഷ്ടപ്പെട്ട സമയം മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഓട്ടം, എസ്പെഷ്യലി വലിയ വണ്ടികളുടെ, അതുകൊണ്ടുള്ള ഇഷ്യൂസ്, മെൻ്റൽ ട്രെയിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആക്സിഡൻസ് എന്ന പേരിൽ നടക്കുന്ന പലതും ശരിക്കും ആക്സിഡൻറ്റിലല്ല, പലതും നമ്മുടെ തന്നെ പ്രശ്നങ്ങളുടെ ഫലമാണ്. അപ്പോൾ അതിൽ കുറേയൊക്കെ പരിഹരിക്കാൻ ഇതിന് കഴിയും എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ നേരിട്ടുള്ള ട്രാവൽ ടൈം എന്നുള്ള ഫസ്റ്റ് ഹാൻഡ് ബെനിഫിറ്റിനേക്കാളും എക്കണോമിക്, എക്കോളജിക്കൽ, അതിനേക്കാളും ഒരു അമൂല്യമായ ജീവനഷ്ടം കുറയ്ക്കുക എന്നുള്ള നേട്ടം കൂടി ഇതിനുണ്ട്. ഇതിനെല്ലാം വളരെ വിഷണറി ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടോട് കൂടി ഭാവിയിൽ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ, ഇതിൻ്റെ ഗുണം എല്ലാവരിലേക്കും എത്തുക, ഇതിൻ്റെ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വലിയൊരു അധ്യായമാണ്, ഇത് മുഴുവനൊരു വീഡിയോയിൽ കവർ ചെയ്യാൻ കഴിയില്ല. ലാൻഡ് അക്വിസിഷൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. പലതരത്തിലുള്ള പല സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ലാൻഡ് അക്വിസിഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും, അതിലൊക്കെ എങ്ങനെയൊക്കെ വ്യത്യാസം വരുത്തണം, എങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട്, ഡൈനാമിക് ആയിട്ട്, എന്നാൽ ജസ്റ്റിഫൈഡ് ആയിട്ട് ഇത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ചതുപ്പുകൾ, നദികൾ, ജലാശയങ്ങൾ, ഇവയ്ക്കെല്ലാം മുകളിലൂടെ തൂണുകളിൽ ഉയർന്നു നിൽക്കുന്ന പാതയിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നതെങ്കിൽ അതിൻ്റെ താഴെയുള്ള ജലാശയത്തെയോ ചതുപ്പിനെയോ അവിടുത്തെ ജീവജാലങ്ങളെയോ ഒന്നിനെയും അത് ബാധിക്കുന്നില്ല. പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വിജിലൻ്റ് ആയൊരു കമ്മ്യൂണിറ്റിയെ ചുമതലപ്പെടുത്തണം. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അവർക്കും കേരളത്തിൻ്റെ ശോഭനമായ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാകുമല്ലോ. അവരും കാറിൽ സഞ്ചരിക്കുന്നവരും നിരന്തരം യാത്ര ചെയ്യുന്നവരുമായിരിക്കുമല്ലോ. അവരുടെ മക്കളും നാളെ യാത്ര ചെയ്യേണ്ടവരല്ലേ. കോടാനുകോടി ലിറ്റർ ഫോസിൽ ഫ്യൂവൽ അടുത്ത 50 വർഷത്തേക്ക് സേവ് ചെയ്യുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് ബോധ്യമാകുമ്പോൾ അവരും അതിനെ പിന്തുണയ്ക്കില്ലേ. അവരുടെ ആകെയുള്ള ഉത്കണ്ഠ മണ്ണിനെയും വെള്ളത്തെയും മലിനപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുമെന്നതല്ലേ. അതില്ലെങ്കിൽ എന്ത് പ്രശ്നമാണുള്ളത്? പിന്നെ പൊല്യൂഷൻ്റെ കാര്യം ഒന്നുകൂടി പറയുന്നുണ്ട്. വാഹനങ്ങളാണ് ലോകത്തിലെ വായുമലിനീകരണത്തിൻ്റെ ഏതാണ്ട് 60-70% സംഭാവന ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ. കാരണം ഡൽഹി പോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരൊറ്റ പട്ടണമായി കേരളം മാറുകയാണ്. നാളെ കേരളം മൂടൽമഞ്ഞിനാൽ മൂടും. ട്രാഫിക് ജാമുകളിൽ കിടക്കുന്ന വാഹനങ്ങൾ ഓടാത്തപ്പോൾ പോലും കത്തിക്കുന്ന ഇന്ധനവും വായുമലിനീകരണത്തിന് ഒരു കാരണമാണ്. ട്രാൻസിറ്റ് കോറിഡോറിൽ വേഗതയോടെ നീങ്ങാൻ കഴിയും. സ്ഥിരമായൊരു വേഗത ആർജിച്ചതിൽ നീങ്ങാൻ കഴിയുമ്പോൾ ഫ്യൂവൽ കൺസംഷൻ കുറയും, നഷ്ടം കുറയ്ക്കും, പൊല്യൂഷൻ കുറയും, ഒരുപാട് ഗുണങ്ങളുണ്ട്.
ഇത്രയും പൊല്യൂഷൻ ഒഴിവാക്കുന്നതോടുകൂടി എത്ര ക്യാൻസർ രോഗികളുടെ എണ്ണം കുറയും, എത്ര ശ്വാസകോശ രോഗികളുടെ എണ്ണം കുറയും, എത്ര തലമുറയെ വികലാംഗരായി ജനിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ആധുനിക ട്രാൻസിറ്റ് കൊറിഡോർ പണിയണോ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിയണോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. രണ്ടും രണ്ട് രീതിയിൽ വേണ്ടതാണ്. അപ്പോൾ ഒന്നിന് പകരം മറ്റൊന്നുള്ള ചിന്താഗതി ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല, എങ്കിലും വായിച്ചപ്പോൾ അതും കൂടി വായിച്ചു എന്നുള്ളേ ഉള്ളൂ. അങ്ങനെ പ്രിവെൻഷൻ ഇസ് ദ ബെസ്റ്റ് തിങ്. പ്രൈമോഡിയൽ പ്രിവെൻഷൻ, റിസ്ക് ഫാക്ടർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് തിങ് എന്നുള്ളതിൽ സംശയമില്ല. സാധാരണക്കാരായ മലയാളികൾക്ക് ട്രാൻസിറ്റ് കൊറിഡോർ എന്നാൽ എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. അവർ അത് കണ്ടിട്ടില്ല, പക്ഷേ അവരെ ബോധവത്കരിക്കേണ്ടിയിരിക്കുന്നു. വിദേശത്ത് വിജയകരമായി നടപ്പാക്കി അത്തരം മാതൃകകൾ പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ലോകം കണ്ട മനുഷ്യനാണ് പറയുന്നത്. ഒളിമ്പിക്സും വേൾഡ് കപ്പും റിപ്പോർട്ട് ചെയ്യാൻ സ്വന്തം റിപ്പോർട്ടറെ അയക്കുന്ന മാധ്യമങ്ങൾക്ക് യഥാർത്ഥത്തിൽ ട്രാൻസിറ്റ് കൊറിഡോർ എന്താണെന്ന് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ നമ്മുടെ അയൽരാജ്യമായ കൊച്ചു ശ്രീലങ്കയിലേക്കെങ്കിലും ഒരാളെ അയക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇനിയെങ്കിലും നമ്മൾ തർക്കിച്ച സമയം കളയരുത്. വൈകിയിട്ടില്ല, ഉടൻ തുടങ്ങേണ്ടിയിരിക്കുന്നു വരും തലമുറയ്ക്കുള്ള ഒരു ജീവനാഡിയുടെ നിർമ്മാണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഇവിടെ എല്ലാം അഴിമതി, സ്വജനപക്ഷപാതം, പല രീതിയിലുള്ള ചുവപ്പ് നാടുകൾ, ഇതെല്ലാം കുറയ്ക്കണം. ശക്തമായ നിയമങ്ങൾ, ഇത് ശരിക്കും ആത്മാർത്ഥതയുള്ള മനുഷ്യർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടതുണ്ട്. അപ്പോൾ അത് വളരെ സിംപ്ലിഫൈ ചെയ്ത് റിഡക്ഷനിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ എളുപ്പമാണ് ഇതൊറ്റ പരിഹാരം എന്ന് പറയുകയല്ല. പക്ഷേ ആ ഒരു പ്രശ്നത്തെ അക്നോളജ് ചെയ്യുകയും അതിൻ്റെ ഇഷ്യൂസിനെ ശരിക്കും നോക്കിക്കാണുകയും അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ഒരു റീസണബിളി നല്ലൊരു ഐഡിയ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു എഴുത്താണിത്. ഇദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു പുസ്തകമാണ്, വായിച്ചിട്ടില്ലാത്തൊരു വായിക്കൂട്ടോ. പല പ്രശ്നങ്ങൾ, കേരളത്തെ ബാധിക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ 10ഓളം അധ്യായങ്ങളിലായിട്ടാണ് ഇത് പറയുന്നത്. ആദ്യത്തെ ഐശ്വര്യം വിളയുന്ന വയലുകൾ എന്നുള്ളത് കൃഷിഭൂമികളുടെ നഷ്ടത്തെക്കുറിച്ച്, മഴവെള്ളം, മലയാളിയുടെ ക്രൂഡ് ഓയിൽ, ജലസംഭരണത്തെക്കുറിച്ച് പറയുന്നതാണ് രണ്ടാമത്തെ അധ്യായം. പൊതുവിദ്യാഭ്യാസത്തിൽ ഒരു പൊളിച്ചെഴുത്ത് മൂന്നാമത്തെ. സ്വർഗം ഭൂമിയിൽ എന്നുള്ളത് പൗരൻ്റെ പദവി, നന്മ നിറഞ്ഞ നഗരങ്ങൾ, ഊർജ്ജത്തിൻ്റെ ഉറവിടങ്ങൾ, പൈതൃക വ്യവസായം, ഭാവിയിലേക്കൊരു രാജപാത, മുതലാളി കീ ജയ്, അങ്ങനെ 10 അധ്യായങ്ങൾ. സഞ്ചാരം ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് സന്തോഷ് ജോസ് പുളിങ്ങരയുടെ ഒരു റേഞ്ച് മനസ്സിലാവും. എല്ലാ കാര്യങ്ങളോടും അദ്ദേഹത്തോടോ ഫോർ ദാറ്റ് മാറ്റർ ആരോടോ നമുക്ക് യോജിക്കാൻ കഴിയില്ല, വിയോജിപ്പുകൾ ഉണ്ടാകാം. എങ്കിലും അദ്ദേഹം പറയുമ്പോൾ അതിനൊരു സീരിയസ്നെസ്, ആ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കി അത് പിന്തുടരാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇനിയെങ്കിലും മാറ്റം വരട്ടെ. ഞങ്ങൾ ആ റോഡിൽ ബ്ലോക്കിലൊക്കെ കിടന്നപ്പോൾ ആലോചിച്ചു ഇനിയും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ളത്. ആ ചോദ്യം ഇപ്പോഴും ഉണ്ട്. സോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വിഷണറി ആയിട്ടുള്ള നേതാക്കളും സിസ്റ്റമും എല്ലാം ഇതിന് ഒത്തുചേരുകയും അനാവശ്യ തടസ്സങ്ങൾ ആരും ഉണ്ടാക്കാതിരിക്കുകയും കാര്യമായ പ്രശ്നങ്ങളെ, യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുകയും അങ്ങനെ ഈ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് ഒരു പൗരൻ എന്ന നിലയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വി ഡിസേർവ് ബെറ്റർ. അവർ നെക്സ്റ്റ് ജനറേഷൻ ഓൾസോ ഡിസേർവ്സ് ബെറ്റർ, അല്ലേ? താങ്ക് യു.